തമിഴ് ചിത്രങ്ങളും തെലുങ്ക് ചിത്രങ്ങളും ബോളിവുഡ് ചിത്രങ്ങളും തുടങ്ങി സമീപകാലത്തായി മൊഴിമാറ്റി വരുന്ന ബംഗാളി ചിത്രങ്ങൾ വരെ കോടികൾ വാരിക്കോരി കൊണ്ടുപോകുന്ന ഇൻഡസ്ട്രിയായി മാറിയിരിക്കുന്നു മലയാള സിനിമ. അതുകൊണ്ട് തന്നെ മലയാള നായകന്മാർക്കും നായകന്മാർക്കുമെല്ലാം കാലാകാലങ്ങളായി അന്യഭാഷാ ചിത്രങ്ങളിൽ വൻ ഡിമാൻഡുമാണ്. കോടികൾ വീശാനും കോടികൾ കൊയ്യാനും കോടികൾ റാഞ്ചാനുമുള്ള വിസ്തൃതിയും വ്യാപ്തിയും മൈതാനവും അന്യഭാഷാ സിനിമകൾക്കുണ്ട്. മലയാള സിനിമ പ്രേക്ഷകരും തിയേറ്ററുകാരും വിതരണക്കാരും അന്യഭാഷാ ചിത്രങ്ങൾക്ക് നൽകി വരുന്ന സ്വീകാര്യതയും അവർ കൊയ്തുകൂട്ടുന്ന റെക്കോർഡ് കളക്ഷനും എല്ലാം ശരിക്കും മലയാളിയെയും തമിഴ് തെലുങ്കിനെയും ഞെട്ടിക്കുന്നത് തന്നെയാണ്. തമിഴും തെലുങ്കും അടക്കി ഭരിക്കുന്ന നയൻതാരയും കീർത്തി സുരേഷും എല്ലാം മലയാളി മംഗമാർ തന്നെ. മമ്മൂട്ടി, മോഹൻലാൽ, ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, നിവിൻ പോളി, ബിജു മേനോൻ തുടങ്ങിയവരെല്ലാം അന്യഭാഷക്കാരുടെ ഫസ്റ്റ് ചോയ്സ് ആണ്. ഒന്നോ രണ്ടോ മലയാള ചിത്രത്തിൽ അഭിനയിച്ച നായികമാരുടെ മുഖത്തിനു വേണ്ടി ലക്ഷങ്ങൾ വിലയിട്ടാണ് അവർ വിളിക്കുന്നത്. അടുത്ത കാലത്തായി മൾട്ടി ലിങ്ക് ചിത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന താരമാണ് മോഹൻലാൽ. ജനതാ ഗ്യാരേജ് എന്ന പുതിയ തെലുങ്ക് ചിത്രത്തിലൂടെ ഉണ്ണി മുകുന്ദനെ കൂടി ഭാഗമാക്കിക്കൊണ്ടാണ് മൾട്ടി ലിങ്കിന്റെ വിശാല സാധ്യതകൾ തേടുന്നവരോടൊപ്പം മോഹൻലാൽ ചേരുന്നത്. അടുത്തിടെ തിയേറ്ററിലെത്തിയ വിജയുടെ തെറി മുതൽ ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി അന്യഭാഷാ ചിത്രങ്ങളിൽ മലയാളത്തിന്റെ സാന്നിധ്യമുണ്ട്.